പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇനിയുള്ള സമയം കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും അവരുടെ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല കുട്ടികളും ഇപ്പോഴും പ്ലസ് വണ്ണിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സീരിയസ് ആയി പഠിച്ചു തുടങ്ങിയിട്ടില്ല. നിങ്ങളൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം സീരിയസ് ആയി പഠിച്ചിട്ടുണ്ടോ, എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പല ആളുകൾ ഇപ്പോഴും പ്ലസ് വണ്ണിൽ സീരിയസ് ആയിട്ട് എടുത്തില്ല. അവരിപ്പോയാൽ 10ാം ക്ലാസ്സിന് ഹാങ് ഓവറിലാണ്. പക്ഷേ പ്ലസ് വൺ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും കാലം കണ്ടതല്ല പ്ലസ് വണ്ണ്. അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറയും. പിന്നീടുള്ള 3 മാസം നിങ്ങൾ അഹോരാർത്ഥം പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഈസി ആകാൻ. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് ഇനിയും ഒരു മാസം മുന്നിലുണ്ട്. ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഏറ്റവും മികച്ച മാർക്ക് നേടാനാവും. ഇനി നിങ്ങൾ പ്ലസ് വണ്ണിൽ ഏറ്റവും മികച്ച മാർക്ക് നേടാനായില്ല, നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എത്തുമ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് എക്സാം, നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ അതേ ഡേറ്റിലായിരിക്കും പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക. അപ്പോൾ പ്ലസ് വണ്ണിലെ മാർക്ക് ഇംപ്രൂവ് ചെയ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടാസ്ക്കാണ്. കാരണം പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ ഗ്യാപ്പുകളുള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവും. ഇംപ്രൂവ് ചെയ്ത് മാർക്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കും കുറയും, പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കൂടാതിരിക്കാനും കാരണമാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കുറയുമെന്നുള്ളൊരു കാര്യം. ഇനി നിങ്ങൾ ഒന്നിനെയും കാത്തിരിക്കരുത്, ആരെയും കാത്തിരിക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പഠിച്ചു തുടങ്ങണം. നിങ്ങളെ പിൻവലിക്കാൻ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടാവും, നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും, ഒരുപാട് ചിന്തകളുണ്ടാകും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ മാറ്റി നിർത്തി പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്, എഫേർട്ട് ഇടേണ്ട സമയമാണ്, കഷ്ടപ്പെടേണ്ട സമയമാണ്. ഇനിയുള്ള ഈ ഒരു 4-5 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്ലസ് വൺ അടിപൊളിയാക്കാം, അതിനുശേഷം വരുന്ന പ്ലസ് ടു അടിപൊളിയാക്കാം. ഇല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ മാർക്ക് നിങ്ങൾക്ക് കുറയും, പിന്നെ പ്ലസ് ടുവിൻ്റെ കൂടെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യും. മൊത്തത്തിൽ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ആകെ താറുമാറാവാൻ കാരണമാകും. ആ ഒരു നാശത്തിലേക്ക് നിങ്ങൾ പോകരുത്. പഠിക്കണം. ഈ ഒരു സമയം മുതലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ അത്യാവശ്യം നല്ല മാർക്ക് ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാൻ സാധിക്കും. എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് വരും. ഓൾ ദി ബെസ്റ്റ്.